നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുവാൻ തൗഫീഖ് ലഭിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ബഹുമുഖ പ്രതിഭയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം ഗൃഹാന്തരീക്ഷത്തിൽ നിന്നാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിന് ആവശ്യമായ ബാലപാഠങ്ങൾ കരസ്ഥമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ സൗഭാഗ്യം വളരെയൊന്നും ലഭിച്ചിട്ടില്ല. ജനിക്കുന്നതിന് അല്പനാളുകൾ മുമ്പ് തന്നെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനാൽ പിതാവിൽ നിന്നും ഒരു പുത്രന് ലഭിക്കേണ്ട പരിലാളനയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടില്ല. 6 വയസ്സായപ്പോൾ പ്രിയ മാതാവും വഫാത്തായി. മാതാവും പിതാവും നഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വളർന്നത് പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ്. ആ സൗഭാഗ്യവും അധികകാലം ആസ്വദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 വയസ്സ് കഴിഞ്ഞപ്പോൾ പിതാമഹനും മരണമടഞ്ഞു. ചുമതല തീർന്ന ഈ ബാലന്റെ രക്ഷാകർത്തവ്യം ഏറ്റെടുത്തത് പിതൃവ്യൻ അബൂ ത്വാലിബായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സ്നേഹത്തോടെ വളർത്തി. തന്റെ കച്ചവട യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി. യാത്രാമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട പുരോഹിതൻ അബൂ ത്വാലിബിനോട് തിരിച്ചു പോകാനും ഈ കുട്ടിയെ ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കാനും നിർദ്ദേശിച്ചു. അൽ അമീൻ എന്ന നാമത്തിൽ അറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക നിവാസികൾക്ക് പ്രിയങ്കരനായി. മക്കയിലെ കുലീനയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയും തന്റെ കച്ചവട യാത്ര പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സാധാരണയ്ക്ക് വിപരീതമായി നല്ല ലാഭം കച്ചവടത്തിൽ ഖദീജ ബീവിക്ക് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സ് തികഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരനായി സ്വീകരിക്കാൻ 40 വയസ്സുള്ള ഖദീജ ബീവി ആഗ്രഹം പ്രകടിപ്പിച്ചു. മക്കയിലെ സമ്പന്നയും സൗന്ദര്യവതിയുമായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ ഭാര്യയായി സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നദ്ധരായി. ആ ബന്ധത്തിൽ ഇബ്രാഹിം ഒഴികെയുള്ള എല്ലാ കുട്ടികളും ജനിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഏകാന്തത ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാ ഗുഹയിൽ നാഥന് ധ്യാനമിരുന്നു. 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. ശേഷമുള്ള കാലഘട്ടം പരീക്ഷണ ഘട്ടങ്ങളായിരുന്നു. അൽ അമീനായി അറിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ദീനി പ്രഖ്യാപനവുമായി രംഗത്ത് വന്നപ്പോൾ എല്ലാവരാലും എതിർക്കപ്പെട്ടെങ്കിലും തന്റെ ദൗത്യവുമായി മുന്നേറി. ശത്രുശല്യം സഹിക്കാനാവാതെ ജന്മനാട് വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. 23 വർഷത്തെ പ്രബോധനം കൊണ്ട് ലോകത്തിന് ശാന്തി സമാധാനത്തിനും ഇരുലോക വിജയത്തിനുമുള്ള എല്ലാ കവാടങ്ങളും തുറന്നു തന്നെ ലോകാനുഗ്രഹി നമ്മോട് വിട പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന വഴി പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة صدق الله العظيم. സമാദരണീയരായ അധ്യക്ഷൻ, ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാർ, KMICയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, സൈബർ ലോകത്തെ ധാർമ്മിക വിപ്ലവം KMIC സംഘടിപ്പിക്കുന്ന ഈ മീലാദ് ഫെസ്റ്റ് 2015 കലയുടെ വസന്തം വിരിയുന്ന ഈ പരിപാടിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹിത മാതൃക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി മഹാമനീഷികളുടെ പാദസ്പർശനങ്ങളേറ്റി ധന്യമായ നമ്മുടെ ഭൂമിക ലോകത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയവരും അസാധ്യമായൊന്നുമില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ചവരും ഒരുക്കുമുഷ്ടിയിലൂടെയും
ആയുധബലത്തിലൂടെയും ജനതയെ കീഴ്പ്പെടുത്തിയവരും സർവാംഗീകൃതമായ ലോകം അംഗീകരിച്ചവരും ഗതകാല ചരിത്രത്തിൽ ഇടം പിടിച്ചവരിൽ പെടുമെങ്കിലും അന്യോന്യമായ ജീവിതത്തിന്റെ വൈത്താരുകളിൽ വിജ്ഞാനപ്രഭ പരത്തി ലോകാന്ത്യം വരെയുള്ള മുഴുവൻ ആളുകൾക്കും മഹിത മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരേയൊരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതൻ, പാമരൻ, മുതലാളി, തൊഴിലാളി, ഭരണാധികാരി, ഭരണീയർ തുടങ്ങിയ മുഴുവൻ മേഖലകളിലും മാതൃകയാക്കാൻ പറ്റിയ നേതാവ്. തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ദിനം നമ്മുടെ കേരള ഗവൺമെന്റ് നീക്കിവെച്ചുവെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചൊരു നേതാവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അത് പ്രവാചക പുങ്കവർ മാത്രമാണെന്നത് ചരിത്ര വസ്തുതയാണ്, നഗ്ന യാഥാർത്ഥ്യമാണ്. തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി നൽകണമെന്ന നിർദ്ദേശത്തിലൂടെ തൊഴിലാളിയെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയ പ്രവാചകൻ വഞ്ചന ചെയ്യുന്ന നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രഖ്യാപനത്തിലൂടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കൊള്ളലാഭവും കഠിന ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന കുറ്റകൃത്യങ്ങളാണെന്ന് വ്യക്തമാക്കുകയും അതുവഴി വാണിജ്യ മേഖലയെ തികച്ചും സംശുദ്ധമാക്കുകയും ചെയ്ത പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകരിൽ നിങ്ങൾക്ക് മഹത്തായ മാതൃകയുണ്ട് എന്ന മഹിതമായ സന്ദേശം ലോകത്തിന് നൽകുന്നത് പ്രവാചക ജീവിതത്തിന്റെ കളങ്കമില്ലാത്ത സംശുദ്ധിയും ലോകത്തിന് മുഴുക്കുകയും മാതൃകയാക്കാൻ പറ്റിയ ജീവിതത്തിനുടമയുമായി പ്രവാചകൻ എന്നെന്നും നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതാണ്. പ്രവാചക ജീവിതത്തിന്റെ മാതൃക പിൻപറ്റിയവർ വിജയികളാണെന്നതിൽ എന്റെ അഭിപ്രായമില്ല. ബിർള മന്ദിരത്തിന്റെ തിരുമുറ്റത്ത് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ നാവിൽ നിന്നും അവസാനമായി നിർഗളിച്ച വാക്ക് മദ്യമുക്ത ഭാരതത്തെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നായിരുന്നു. ആ വാക്ക് യാഥാർത്ഥ്യമാക്കാൻ ആർക്ക് സാധിച്ചു? കേരള സംസ്ഥാനത്തിൽ മദ്യം നിരോധിക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷപ്രദമായ തീരുമാനം തന്നെ. പക്ഷേ തീരുമാനം പൂർണ്ണമായ നടപ്പിൽ വരണമെങ്കിൽ പ്രവാചകൻ മദ്യം നിരോധിച്ച രീതിയും മദ്യത്തോട് സമൂഹത്തിനുണ്ടാക്കി തീർത്ത വെറുപ്പും ഏതു രൂപത്തിൽ സാധിച്ചെടുത്തു എന്ന് പഠിക്കുകയും ആ മാതൃക സ്വീകരിക്കുകയും ചെയ്താൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലവിൽ വരുമെന്നതിൽ സംശയമില്ല. ലോകത്തിനു മുമ്പിൽ സമസ്യയായി നിലകൊള്ളുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രവാചക ജീവിതത്തിൽ നിന്നും ലഭിക്കുന്നു. ആ പ്രവാചക മാതൃക പിൻപറ്റി ജീവിക്കാൻ റബ്ബ് തുണക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഷ്ടം മദീന ഇഷ്കം മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മഹബൂബും മദീന അനുരാഗം മദീന കനിവേഗം മദീന മോഹം മദീന മഹബൂബും മദീന അനുരാഗം മദീന കനിവേഗം മദീന ആശ ചൊല്ലി മോഹം പാടി വന്നേ പാപരൻ ആശിക്കീങ്ങൾ കൂടെ ചേർത്തിടാൻ ആശ്രിതൻ കാണാൻ കൊതിയേറെ അശേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ അശേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എൻ ഇഷ്കം മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എൻ ഇഷ്കം മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. അസ്സലാമു അലൈക്കും.